കോടി രൂപ ചെലവ് പ്രതീക്ഷിച്ചുകൊണ്ടുള്ള 23 ലക്ഷം രൂപ നീക്കി ബാക്കി വെച്ചിട്ടുള്ള ബഡ്ജറ്റാണ് എത്തിയത്. അതിൽ 95 ലക്ഷം രൂപ ആരോഗ്യ മേഖലയ്ക്കകത്ത് മാറ്റിവെച്ചിട്ടുണ്ട്. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടി ആവശ്യമായിട്ടുള്ള തുക 25 ലക്ഷം രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. ലൈഫ് ഭവന പദ്ധതി, ഭവന പുനരുദ്ധാരണ പദ്ധതിയുമായി 5 കോടി രൂപ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാർഷിക മേഖലയ്ക്ക് 40 ലക്ഷം രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖല സ്മാർട്ട് ക്ലാസ് റൂം ആക്കുന്നതിന് വേണ്ടിയുള്ള 30 ലക്ഷം രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. ശ്മശാന നിർമ്മാണ പൂർത്തീകരണത്തിന് 50 ലക്ഷം രൂപ വകയിരുത്തുന്നു. അങ്കണവാടികളുടെ അനുബന്ധ സൗകര്യത്തിന് വേണ്ടി പോഷകാഹാരത്തിനുമായി 75 ലക്ഷം രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. തെരുവുവിളക്ക് പരിപാലനത്തിനുമായി ബന്ധപ്പെട്ട് 30 ലക്ഷം രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. അഗതികൾക്കും വൃദ്ധർക്കും ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്കും വേണ്ടി 30 ലക്ഷം രൂപ, സ്ത്രീകൾക്ക് വേണ്ടി വനിതകളുടെ ഉന്നമനത്തിന് വേണ്ടി 37 ലക്ഷം രൂപ, പട്ടികജാതി പട്ടികവർഗ ക്ഷേമ പ്രവർത്തനങ്ങൾക്കായി 1,21 ലക്ഷം രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. അടിസ്ഥാന വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി 1,65 ലക്ഷം രൂപ, ഈ പഞ്ചായത്തിന്റെ റോഡും ബന്ധപ്പെട്ടുകൊണ്ട് 1,65 ലക്ഷം രൂപ. ഇതെല്ലാം നൽകിയിട്ടുള്ളത്. ബഡ്ജറ്റ് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ഭരണഘടനാപരമായ ബാധ്യതയാണ്. അപ്പോൾ നമ്മുടെ പഞ്ചായത്തി രാജ് നിയമത്തിനകത്തും ഓരോ സാമ്പത്തിക വർഷത്തെയും ബഡ്ജറ്റ്, അതായത് പ്രതീക്ഷിത വരവും പ്രതീക്ഷിത ചെലവും സൂചിപ്പിക്കുന്ന ബഡ്ജറ്റ് അവതരിപ്പിച്ച് അത് പാസാക്കി അതിനകത്ത് നിന്നുകൊണ്ട് വരുന്ന സാമ്പത്തിക വർഷം വികസന പ്രവർത്തനങ്ങളും മറ്റ് അനിവാര്യമായ ചെലവുകളും നടത്തുക എന്നുള്ളതാണ് നിയമപരമായിട്ടുള്ള കാര്യം. അപ്പോൾ അത്തരത്തിലുള്ള ഭരണഘടനാ ബാധ്യത ഇന്ന് ഈ 2025-26 സാമ്പത്തിക വർഷത്തേക്ക് വേണ്ടി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി പാസാക്കിയിരിക്കുകയാണ്. നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ ബഹുമാനിയായ വൈസ് പ്രസിഡന്റ് ബഡ്ജറ്റ് അവതരിപ്പിച്ച് പാസാക്കി. നമ്മൾ 47 കോടി വരവും 46 കോടി ചെലവും, അപ്രോക്സിമേറ്റ് അങ്ങനെയുള്ള ഒരു ബഡ്ജറ്റാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് നിന്നുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ഇനി പ്രതീക്ഷിത വരവിലായാലും പ്രതീക്ഷിത ചെലവിലായാലും വർധനമുണ്ടായി കഴിഞ്ഞാൽ അത് ഒരു റീ അപ്രോപ്രിയേഷനിലൂടെ അത് പാസാക്കി പഞ്ചായത്ത് ഭരണസമിതിക്ക് മുന്നോട്ട് പോകാനും കഴിയും. എന്തായാലും എല്ലാ മേഖലയെയും ഊന്നൽ നൽകിക്കൊണ്ട്, പ്രത്യേകിച്ചും ആരോഗ്യ മേഖല, അടിസ്ഥാന സൗകര്യ വികസനം, അതിനൊക്കെ ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒരു ബഡ്ജറ്റാണ് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഇതിനെ സംബന്ധിച്ച്. കാട്ടാക്കട ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ 2025-26 വർഷത്തേക്കുള്ള ബഡ്ജറ്റ് കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീമതി മഞ്ജുഷ അവതരിപ്പിക്കുകയുണ്ടായി. 47 കോടി 14 ലക്ഷം രൂപ വരവും 46 കോടി 90 ലക്ഷം രൂപ ചെലവും 23 ലക്ഷം നീക്കി ബാക്കിയും ഉൾപ്പെടുത്തി ഭരണസമിതിക്ക് വേണ്ടി പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ബഡ്ജറ്റ് അവതരിപ്പിച്ചു. ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുത്തിട്ടുള്ളത് അർബുദം, ജീവിതശൈലി രോഗങ്ങൾക്ക് വേണ്ടി മുൻഗണന കൊടുത്തിട്ടുണ്ട്. അതേപോലെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടി മുൻഗണന കൊടുത്തിട്ടുണ്ട്. കാട്ടാക്കട ഗ്രാമപഞ്ചായത്ത് പ്രദേശത്തെ നിരവധിയായിട്ടുള്ള ആളുകളുടെ ക്ഷേമത്തിനും അവരുടെ ആരോഗ്യ സുരക്ഷയ്ക്കും വേണ്ടിയിട്ടുള്ള പദ്ധതിക്ക് രൂപം നൽകിയിട്ടുണ്ട്. വലിയൊരു ബഡ്ജറ്റാണ്. നമ്മുടെ പഞ്ചായത്ത് പ്രദേശത്ത് പഞ്ചായത്തിലെ ശ്മശാനം 50 ലക്ഷം രൂപ ചെലവഴിച്ച് പൂർത്തീകരിക്കുന്നതിനുള്ള ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ
ആരോഗ്യ മേഖലയ്ക്ക് ഹോമിയോ, ആയുർവേദം, അലോപ്പതി എന്നിവയ്ക്ക് വേണ്ടി 95 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ 30 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ശ്മശാനം പൂർത്തീകരിക്കുന്ന 50 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. അങ്കണവാടികളുടെ അനുബന്ധ സൗകര്യ പോഷകാഹാരത്തിനായി 75 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. തെരുവ് വിളക്കും മറ്റ് പ്രവർത്തനങ്ങൾക്കും വേണ്ടി 30 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. അഗതികൾക്കും വൃദ്ധർക്കും ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർക്കും വേണ്ടി 30 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. വനിതാ ഘടക പദ്ധതിക്ക് വേണ്ടി 37 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. പട്ടികജാതി പട്ടികവർഗ ക്ഷേമ പ്രവർത്തനങ്ങൾക്കായി 1,21 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. അങ്ങനെ നിരവധിയായിട്ട് പഞ്ചായത്തിൻ്റെ സർക്കാർ വിഹിതമായ 1,65 ലക്ഷം രൂപയ്ക്ക് ഗ്രാമപഞ്ചായത്തിൻ്റെ പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി വകയിരുത്തിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ മേഖലയിലും ജാതി മത രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്കപ്പുറം കാട്ടാക്കട ഗ്രാമപഞ്ചായത്ത് 21 വാർഡുകൾക്കും നിരവധിയായിട്ടുള്ള പദ്ധതികളാണ് ഇന്ന് ഈ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആ പദ്ധതികളെല്ലാം ഉൾപ്പെടുത്തി ആ പ്രവർത്തനങ്ങളെല്ലാം വരുമ്പോൾ കാട്ടാക്കട പഞ്ചായത്തിൻ്റെ 21 വാർഡുകളിലും വ്യത്യസ്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കാട്ടാക്കട ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി നിലവിൽ വരുമ്പോൾ ഈ കാട്ടാക്കട പഞ്ചായത്ത് 21 വാർഡും ആനന്ദ ഗ്രാമത്തിലേക്ക് എത്തുന്നതിലേക്ക് വേണ്ടിയുള്ള ഒരു പ്രഖ്യാപനം നടത്തിക്കൊണ്ടാണ് ഈ ഭരണസമിതി നിലവിൽ വരുന്നത്. ആ ആനന്ദ ഗ്രാമമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് നിരവധിയായിട്ടുള്ള ഫണ്ടുകൾ, ഗവൺമെൻറ് ഇതര ഫണ്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ബഡ്ജറ്റാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ഇന്ന് അവതരിപ്പിച്ചത്. എന്തായാലും